ഹലോ, ഇന്ന് ഫെലനോപ്സിസിൻ്റെ സീഡ്ലിംഗ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ ഫെലനോപ്സിസ് മേടിക്കുമ്പോൾ നമുക്കിതുപോലെ 2 സൈസ് പോട്ടിലാണ് ഫെലനോപ്സിസ് പ്ലാന്റ്സ് കിട്ടുന്നത്. അത് നമ്മൾ പല സൈസ് പോട്ടിംഗ് മീഡിയയിൽ പോട്ട് ചെയ്യാൻ പറ്റും. കരിയിൽ പോട്ട് ചെയ്യാം, തൊണ്ടും കഷ്ണത്തിൽ പോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്പാഗ്നം മോസിൽ പോട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ തൊണ്ടും കരിയും ഇല്ലാത്തത് കൊണ്ട് ഞാനിന്ന് സ്പാഗ്നം മോസിലാണ് പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ലവണ്ണം കഴുകി സാഫ് വെള്ളത്തിൽ കുറച്ച് നേരം വെച്ച സ്പാഗ്നം മോസാണ്. വെയിലില്ലാത്തത് കൊണ്ട് വെയിലത്തോട്ട് ഞാൻ ഇട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം വെയിലത്തോട്ട് ഇടുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ പോട്ട് ചെയ്യാൻ നേരത്ത് മെല്ലെ വേരുകൾക്ക് കേടുവരാത്ത രീതിയിൽ വേണം പോട്ടിൽ നിന്ന് പ്ലാന്റിനെ റിമൂവ് ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ ഉണങ്ങിയ വേരുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്ത കത്തിയോ അല്ലെങ്കിൽ പുതിയ ബ്ലേഡോ വെച്ചിട്ട് റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് സാഫ് വെള്ളത്തിൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ്. ഞാൻ പൊതുവേ അങ്ങനെ വെക്കാറുണ്ട്. ഇപ്പം വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പ്ലാന്റിനെ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം കൂമ്പിൽ വെള്ളം നിൽക്കത്തില്ല. കൂമ്പിൽ വെള്ളം നിന്നാൽ പെട്ടെന്നാണ് നമ്മുടെ ഫെലനോപ്സിസ് പ്ലാന്റ്സ് കേടായി പോകുന്നത്. അപ്പം ഇതിൻ്റെ വേരേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മേളോട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യമേ ചെയ്തപ്പം വേര് ഉള്ളിലായിപ്പോയി, പിന്നെ ഞാനത് റിപ്പോർട്ട് ചെയ്തു. അപ്പം ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.